ഇതിനകത്ത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ബട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഫീച്ചറാണിത്. സോ ഹൗ ടു മേക്ക് എ വിക്കി ലിങ്ക്. വിക്കി ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റു റെക്കോർഡ്സിനെ എങ്ങനെ റെഫർ ചെയ്യാം എന്നുള്ളത്. അതായത് സപ്പോസ് ഞാനാണെങ്കിൽ ഇവിടെ കണ്ടന്റ് പേജ് എഴുതുകയാണ്. സോ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നൊരു നോട്ട്ബുക്കാണ്. അപ്പോൾ അതിനകത്ത് പല പല ലാംഗ്വേജസ് ഉണ്ടെന്ന് വെച്ചോ. ഹിയർ ഇപ്പോൾ സ്പാനിഷ് മാത്രമേ ഉള്ളൂ. സോ എനിക്ക് ഇവിടുന്ന് കണ്ടന്റ് പേജിൽ പോയിട്ട് ഇഷ്ടമുള്ള പേജിലേക്ക് പോകണം. അപ്പം എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബ്രാക്കറ്റ് കൊടുക്കുക, ഓപ്പൺ ബ്രാക്കറ്റ്, ദെൻ വാട്ട് എവർ പേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി മെയ്ഡ് എ ലിങ്ക്. സോ ഇഫ് ഐ ക്ലിക്ക് ദിസ് ഈ സ്പാനിഷ് പേജിലേക്ക് പോകും. കണ്ടോ, ബാക്ക് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യും. സോ ഇമാജിൻ ഞാനാണെങ്കിൽ അടുത്തൊരു ലാംഗ്വേജ് എൻ്റെ പേജ് ദിസ് ഈസ് വൺ വേ. ഇനി നമ്മൾ കണ്ടന്റ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അടുത്തൊരു പേജ് വേണം, പക്ഷെ അത് ക്രിയേറ്റ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിലും ഷോർട്ട് കട്ടിൽ ക്രിയേറ്റ് ചെയ്യാം. സെയിം സെറ്റപ്പ് തന്നെ കൊടുത്താൽ മതി. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ദർ ഈസ് നോ അതർ ലാംഗ്വേജ്. സോ ഞാനാണെങ്കിൽ ഇപ്പം ജർമ്മൻ ടൈപ്പ് ചെയ്യാം. ലുക്ക്, ഇവിടെ ഒരു ഡോട്ട് ലൈൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ പേജ് ഇല്ലായിരുന്നു, ക്രിയേറ്റ് ചെയ്തു എന്ന് സിസ്റ്റം പറയുകയാണ്. സോ ഇഫ് യു ക്ലിക്ക് അവിടെ ഒരു പേജ് വന്നു. നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ പേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാക്ക് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ആ പേജിലേക്ക് പോവുകയും ചെയ്യും, വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയുന്നത്. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്, എസ്പെഷ്യലി ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കുറേ ഇതുപോലെ ഒരു ഫുൾ ബുക്ക് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്ന നേരത്ത് ഇതേപോലെ ലിങ്ക് എന്ന് പറയുന്നത് വളരെ വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ പ്രീവിയസ് റെക്കോർഡായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതായത് പ്രീവിയസ് നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി. ഇത് ഒരു ഫയലും ഫോൾഡറും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സ്റ്റേണൽ ഫയൽ അല്ല, എക്സ്റ്റേണൽ ഡോക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ഞാനൊരു ഫയൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. Ctrl+K നമ്മൾ ക്ലിക്ക് ചെയ്യണം. Ctrl+K ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിന്ന് നമുക്ക് ബ്രൗസ് ചെയ്ത് ഏത് ഫയലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഫയൽ ഏത് ലിങ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനാണെങ്കിൽ ഒരു റാൻഡമായിട്ട് എന്തെങ്കിലും ഞാൻ ഡൗൺലോഡ്സിൽ ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. സോ ഡൗൺലോഡ്സിൽ ഒരു റാൻഡം ഇമേജ് ഞാൻ കണക്ട് ചെയ്തു, അഡ്രസ്സ് വന്നു, അത് ഓക്കെ അടിച്ചു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഫയൽ ഓപ്പൺ ആവും. അതിനു മുമ്പ് ജസ്റ്റ് ഒരു ഡയലോഗ് ബോക്സ് ചോദിക്കും, ദാറ്റ് ഈസ് ഓക്കെ, ജസ്റ്റ് ഗീവ് എൻ ഓക്കെ. സോ ദാറ്റ് ഇമേജ് കണക്ട് ആയി. സെയിം വേ നമുക്ക് ഫോൾഡറാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സെയിം വേ Ctrl+K എടുത്താൽ മതി. പക്ഷെ നമ്മൾ ആ ഫോൾഡർ അതിൻ്റെ ആ ഫോൾഡറിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ആകത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഡൗൺലോഡ് ഫോൾഡറിൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ കോപ്പി അഡ്രസ്സ് ആസ് എ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ആ ഫോൾഡർ, ഇപ്പോൾ സ്പാനിഷ് എന്ന് പറയുന്ന ഫോൾഡറാണ് ഞാൻ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് സെയിം ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യും, അത് ചോദിക്കും, അതൊന്ന് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് ഫോൾഡർ ഓൺ ആയി വന്നിരിക്കുന്നു, കണ്ടില്ലേ? സോ ഇതാണ് എക്സ്റ്റേണൽ ഫയലും എക്സ്റ്റേണൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോൾഡർ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി ഇത് കൂടാതെ ഇതിപ്പം ഞാൻ പറയുന്നത് ഒരു പേജ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഫോൾഡർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എത്രയല്ലേ പറഞ്ഞത്. ഇത് കൂടാതെ നമുക്ക് സെക്ഷൻ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇവിടെ ഒരു സെക്ഷൻ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ടപ്പ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ലിങ്ക് ടു സെക്ഷൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വരാം. ഇനി ആ പേര് തന്നെ വേണമെന്നില്ല, വേറെ പേര് വേണമെങ്കിൽ യു ജസ്റ്റ് എഡിറ്റ് ദിസ് നെയിം, ആ സെക്ഷൻ ലിങ്കായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ സെക്ഷൻ വരും. അങ്ങനെ ഈ നോട്ട്ബുക്കിലോട്ട് വരെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. നോട്ട്ബുക്ക് ലിങ്ക്, എക്സ്റ്റേണൽ ലിങ്ക്സ്, അങ്ങനെ വേണമെങ്കിൽ എക്സ്റ്റേണൽ ലിങ്കൊക്കെ പിന്നെ കോപ്പി ചെയ്താൽ മതിയാവും. ഇങ്ങനെ ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജിൽ തന്നെ ഒരുപാട് കണ്ടന്റുകളുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടന്റുകളുണ്ടപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പേജ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 625 വേർഡ്സ് ഓഫ് സ്പാനിഷ് വേർഡ്സ്, ഇത്രയും കണ്ടന്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിലോട്ട് സ്പെസിഫിക് പോകാൻ വേണ്ടി ഇവിടെ ഒരു പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്വിക്ക് സെറ്റപ്പ് നിങ്ങൾ വേണം, ക്വിക്ക് വേർഡ്സ്. അപ്പോൾ ഉദാഹരണത്തിന് മീൻസ് ലൊക്കേഷൻ ഓർ ലൊക്കേഷൻ റിലേറ്റഡ് ആണ് നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യണം. അപ്പോൾ ഈ പാരഗ്രാഫിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും കാണും കോപ്പി ടു ലിങ്ക് പാരഗ്രാഫ്. സോ അത് നിങ്ങൾ ഇവിടോട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇത് ഈ പറഞ്ഞതുപോലെ നമുക്ക് റീനെയിം ചെയ്യാം ലൊക്കേഷൻ. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ പേജിലേക്ക്, പേജിൻ്റെ ആ ഉള്ളടക്കത്തിലോട്ട് പോകും.
പെർട്ടിക്കുലർ സെഷനിലേക്ക് പോകും. സോ അങ്ങനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം, കൂടുതൽ ബെറ്റർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാം, ഒരു 1 പേജിൽ തന്നെ നിന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഒരു കാര്യം, ഫയൽ അറ്റാച്ച് ചെയ്യുന്ന ഫയൽ ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഇത് ലിങ്കിങ് മാത്രമാണ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിലാണ് കിടക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടർ മാത്രമേ അത് ലൊക്കേറ്റ് ചെയ്യത്തുള്ളൂ, ബിക്കോസ് അത് ലിങ്കാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഫയൽ അക്രോസ് ദി ഡിവൈസ് നിങ്ങൾ മൊബൈലിലും കാണണം, മൊബൈൽ OneNoteലും കാണണം, ടാബിലും കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇൻസേർട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാത്ത പക്ഷെ നിങ്ങൾ ജസ്റ്റ് ആ ഫോൾഡർ ഒന്ന് കണ്ടാൽ മതി, അങ്ങനത്തെ ലിങ്ക് അവിടേക്ക് പോയാൽ മതി. ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ചെയ്തിടാം. പക്ഷേ ലിങ്കാണ് കുറച്ചുകൂടെ ബെറ്റർ, ബിക്കോസ് ഫോൾഡർ നമുക്ക് അറിഞ്ഞാൽ മതി. പിന്നെ അത്യാവശ്യം എടുക്കേണ്ടതൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഐ തിങ്ക് മൊത്തത്തിൽ 5 GB ആണ്, അപ്പോൾ അത് കവറായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ദെൻ ഇറ്റ്സ് ഫൈൻ. നമ്മൾ കൂടുതൽ നോട്ട്സ് ആണല്ലോ എഴുതുന്നത്, ലാർജ് ഫയൽസ് കണക്ട് ചെയ്ത് വെക്കുന്നത് മതിയാവും. സോ ഇതിൻ്റെ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് പറയാനാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഞാനൊരു ഡാഷ്ബോർഡ് പോലെ ഉണ്ടാക്കുകയാണ്. അപ്പം എൻ്റെ ലൈഫിലെ ഓരോ പോർഷൻ ആണെങ്കിലും, ഇപ്പോൾ സ്റ്റാർട്ടപ്പോ ട്രേഡിങ്ങോ എന്തെങ്കിലും ലൈക്ക് പേഴ്സണൽ ബ്രാൻഡിങ് അങ്ങനെ എന്തെങ്കിലും ഒരു സെഷൻസിലേക്കാണെങ്കിൽ പെട്ടെന്ന് പോകാൻ അതിന് ഡേറ്റാബേസ് പോലെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പേജിലേക്ക് പെട്ടെന്ന് എല്ലാ ചെക്ക് ലിസ്റ്റുകൾ കാണാനാണെങ്കിൽ, അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ബുക്സുകൾ കാണാനാണെങ്കിൽ അതൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാം. ബുക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പേജിൽ പോകും. ഏത് ബുക്സാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും വായിക്കാം, പിന്നെ ഏത് സമയത്തും തിരിച്ചു വരാം. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഓർഗനൈസ്